Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. അതായത് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ കാണാൻ സാധിക്കും, അതേപോലെ മൂവീസ്, അതേപോലെ ഫണ്ണി വീഡിയോസ്, ട്യൂട്ടോറിയൽസ്, ഗെയിംസ് തുടങ്ങിയ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒരു ചാനലിന്റെ ത്രൂ ആയിരിക്കും യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ, എൻ്റെ ഈ വീഡിയോ തന്നെ ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ത്രൂ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. അതിനു മുമ്പ് ഈ വീഡിയോയിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയുള്ള വീഡിയോകളാണ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണോ അറിയാവുന്നത്, നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള എന്ത് രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മാത്രം, നിങ്ങളുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളായിരിക്കണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിപ്പം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ അറിയാവുന്നത് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു റിവ്യൂ കൊടുക്കണം എങ്കിൽ നിങ്ങളൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗെയിം അപ്ലോഡ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ പാട്ട് പാടാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കി യൂട്യൂബിൽ ഇടാൻ സാധിക്കും. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി, ഫാഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ല നിങ്ങൾ നല്ലോണം കുക്ക് ചെയ്യുന്നവരാണ്, നല്ലോണം ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫീമെയിൽസ് ഒരുപാട് പേര് യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ളവരുണ്ട്. നല്ല ചാനലുകൾ യൂട്യൂബിലുള്ള ഒരുപാട് പേരുണ്ട്, ഫീമെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരം ആകുന്ന രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ട്യൂട്ടോറിയലുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഫോട്ടോഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫോട്ടോഷോപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം തിരിച്ചറിയുക, എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ആ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബിൽ വീഡിയോകൾ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെയാണ് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ക്വാളിറ്റി കൊള്ളത്തില്ല, ക്യാമറ കൊള്ളത്തില്ല, അങ്ങനെ പല പല ചിന്തകളായിരിക്കും നമുക്ക്. ആദ്യം നിങ്ങൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ദിവസം അല്ല 2 ദിവസം കൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നടക്കത്തില്ല. നിങ്ങൾ കുറേ കാലം ഇതിനുവേണ്ടി കഷ്ടപ്പെടണം. അതേപോലെ കുറെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരുന്നതാണ്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചാനൽ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇനിയും നമുക്ക് പൈസ എവിടെ നിന്ന് കിട്ടും? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ നമുക്ക് പൈസ ആരും തരും? അതിനാണ് ഗൂഗിൾ ആഡ്സൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം.
ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ യൂട്യൂബ് ചാനലുമായി നമ്മളത് ലിങ്ക് ചെയ്യണം. യൂട്യൂബ് ചാനലുമായിട്ട് ഗൂഗിൾ ആഡ്സൺ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളിലും പരസ്യങ്ങൾ വരാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന പരസ്യങ്ങൾക്കാണ് നമ്മൾക്ക് യൂട്യൂബ് പൈസ തരുന്നത്. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഗൂഗിൾ ആഡ്സൺ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യൂട്യൂബിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പല വീഡിയോകളിലും തുടക്കത്തിൽ ഒരു പരസ്യം വരുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്യം വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഗൂഗിൾ നൽകുന്ന പരസ്യമാണ്. ഇങ്ങനെ പരസ്യങ്ങൾ നമ്മളുടെ വീഡിയോയിൽ നൽകുന്നതിന് ഗൂഗിൾ നമുക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് പൈസ നമുക്ക് തരും. അതായത് ഗൂഗിളിന് കിട്ടുന്ന എത്ര പൈസയാണോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് തരും. കാരണം നമ്മളുടെ വീഡിയോയിലാണ് അവർ പരസ്യങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിൾ നമുക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് പൈസ നമുക്ക് തരും. അങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ വീഡിയോകൾ ആളുകൾ കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ലഭിക്കുകയുള്ളൂ. നമ്മൾ വീഡിയോ ഉണ്ടാക്കി ആരും കാണുന്നില്ല, നമ്മളതിന് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, നമ്മുടെ ചാനൽ ആരും എത്തുന്നില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു കാരണവശാലും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മളുടെ വീഡിയോകൾ മറ്റുള്ളവർ കാണണം. നമ്മളുടെ ചാനൽ എത്ര പോപ്പുലർ ആവുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഏർണിങ്സും കൂടും. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് പോപ്പുലർ ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ഇതിന് കുറേ സമയം എടുക്കും. നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ആളുകൾ കാണത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, ഇതിന് പബ്ലിസിറ്റി കൊടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ചാനലിൽ ആളുകൾ വരും, ആളുകൾ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോകൾ കാണും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും. ആദ്യം നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഗൂഗിൾ ആഡ്സൺ ഉണ്ടാക്കുക, അത് നിങ്ങളുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. പിന്നെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന വീഡിയോകളല്ലാതെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇപ്പോൾ സോങ്സോ അങ്ങനെ എന്തെങ്കിലും വീഡിയോകൾ നിങ്ങൾ മറ്റേതെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ ആഡ്സൺ നിങ്ങളുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ അവർ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്ന വീഡിയോകളല്ലാതെ ഒരു വീഡിയോകളും യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ നിന്ന് അടിച്ചു മാറ്റുന്ന വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സ്വന്തമായ വീഡിയോകൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അടുത്ത ഒരു കാര്യം, നിങ്ങളുടെ ചാനൽ നിങ്ങൾ എത്ര പോപ്പുലർ ആവുന്നു അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ കിട്ടത്തുള്ളൂ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടും. അത് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് പബ്ലിസിറ്റി ചെയ്യാനായിട്ടൊരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് നിങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആളുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്താം. അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം, ബ്ലോഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പബ്ലിസിറ്റി കൊടുക്കാനുള്ള. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂട്യൂബിൽ നിന്നും എത്ര കാശ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ ഒരു 1000 പേര് നമ്മളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ $1 to $2 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അത് ഇന്ത്യയിൽ വളരെ കുറവാണ്. ചിലപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഇതില് $1 to $2 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓർത്താൽ മതി, 1000 പേര് നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് $1 ലഭിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മളുടെ കയ്യിലെത്തുന്നത്. അതിനായിട്ട് ഡയറക്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അതിനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് തുടക്കത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സ്വന്തമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക, മറ്റുള്ളവരുടെ വീഡിയോകൾ അടിച്ചു മാറ്റി യൂട്യൂബിൽ ഇട്ട് പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. സ്വന്തമായിട്ട് വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനോഹരമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കുക.
തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോകൾ അത്ര കൊള്ളത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ വീഡിയോകളുടെയൊക്കെ സൗണ്ടും അതേപോലെ പിക്ചർ ക്വാളിറ്റിയും ഒക്കെ വളരെ കുറവായിരുന്നു. ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഗൂഗിൾ ആഡ്സനുമായിട്ട് അത് ജോയിൻ ചെയ്യുക ചാനൽ. അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ഏണിങ്സ് ആദ്യം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കാണ്. ഇവിടെ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ ഉടൻ തന്നെ ഇതിനെ തുടർന്നുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.